നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ തകർപ്പൻ ജയം ജയിച്ച അർജന്റീന ഇതാ രണ്ടാം കളി ഓസ്ട്രിയക്കെതിരെ കളിക്കാൻ പോകുന്നു. ഇനി ഈ കളി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോർദാനെതിരെ ഒരു കളി കൂടിയാണ് ഈ ഗ്രൂപ്പിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ജയിൽ നിന്ന് അർജന്റീനയ്ക്ക് മുന്നോട്ട് പോകാൻ ഇനി എന്തൊക്കെയാണ് വേണ്ടത്? സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അർജന്റീന പുറത്താവാനാണ് ഇനി പ്രയാസം. അർജന്റീന അങ്ങനെയൊന്നും പുറത്താവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെല്ലാ സെനാരിയോസും ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ അർജന്റീന അവരുടെ ശേഷിക്കുന്ന 2 മത്സരങ്ങളും വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഗ്രൂപ്പ് ജയിൽ നിന്ന് 9 പോയിൻറ്റുമായിട്ട് അവർ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ അവർ നേരിടേണ്ടി വരിക ഗ്രൂപ്പ് എച്ചിലെ റണ്ണറപ്പിനെ ആയിരിക്കും. അത് സ്പെയിന്, ഉറുഗ്വായ്, സൗദി അറേബ്യ, കേപ്പ് വെർദെ ഈ ടീമുകളിൽ ആരാണോ ഗ്രൂപ്പ് എച്ചിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് അവർക്കെതിരെ ആയിരിക്കും അപ്പോൾ അർജന്റീന കളിക്കേണ്ടി വരിക. അതായത് 3 കളികളും ഗ്രൂപ്പിൽ ജയിച്ചു പോയാൽ. രണ്ടാമത്തെ ഒരു സെനാരിയോ, ഇഫ് അർജന്റീന വിൻസ് 1 more മാച്ച്, ഇപ്പോൾ ഓൾറെഡി ഒരു കളി ജയിച്ചു, ഇനിയുള്ള ഈ 2 കളികളിൽ ഒരു കളി കൂടി ജയിക്കുക, എന്നിട്ട് ബാക്കിയുള്ളൊരു കളി തോൽക്കുകയോ സമനിലയാവുകയോ ചെയ്താൽ അപ്പോഴും അർജന്റീന ക്വാളിഫൈ ചെയ്യും. ഇനിയുള്ള 2 കളികളിൽ അർജന്റീനയ്ക്ക് ഒരു കളി ജയിച്ചാൽ മതി. ഇപ്പോൾ അർജന്റീന ബീറ്റ്സ് ഓസ്ട്രിയ ഓർ ജോർദൻ, രണ്ടാലൊരു ടീമിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് 6 പോയിന്റിലേക്ക് എത്തും. ഏറ്റവും ചുരുങ്ങിയത് പ്രാക്ടിക്കലി അത് റൗണ്ട് ഓഫ് 32 അവരുടെ സ്ഥാനം ഉറപ്പാക്കും. അപ്പോൾ അർജന്റീന ഓസ്ട്രിയയെ പരാജയപ്പെടുത്തി, അൾജീരിയയെ പരാജയപ്പെടുത്തി, ജോർദാനോട് സമനില എന്ന് കരുതുക. അപ്പോൾ അവർക്ക് 7 പോയിന്റ് ആയിരിക്കും. മാത്തമാറ്റിക്കലി അവർ അവരുടെ പ്ലേസ് റൗണ്ട് ഓഫ് 32 ഉറപ്പിക്കുകയും ചെയ്യും. ഇനി അർജന്റീന അടുത്ത 2 കളികളും സമനിലയായി എന്ന് വെച്ചോ, അപ്പോഴും അവർ ഈ ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അവർക്ക് 5 പോയിൻ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക. 2 ഡ്രോസ് എന്ന് പറഞ്ഞാൽ അർജന്റീനയ്ക്ക് 5 പോയിൻറ്റുകൾ. അപ്പം അത് മതി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പിന്നെ റിസൾട്ടിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമാണ് മറ്റെന്തെങ്കിലും സാധ്യതയുള്ളൂ. എന്തായാലും ഇപ്പോൾ 3 ടീമുകൾ വരെ മുന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ട് അടുത്ത 2 കളി സമനിലയായാലും അർജന്റീന റൗണ്ട് ഓഫ് 32 കടക്കും. ഇനി മറ്റൊരു സെനാരിയോ, ഇവിടെ അർജന്റീന അടുത്ത 2 മത്സരങ്ങളിൽ ഒരു മത്സരം, ഇഫ് അർജന്റീന ഡ്രോസ് ആൻഡ് ലോസ്, ഒരു കളി തോറ്റു, ഒരു കളി സമനില, അങ്ങനെയാണെങ്കിൽ ഗോൾ ഡിഫറൻസ് വളരെ കീ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അർജന്റീനയ്ക്ക് 4 പോയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും മതിയാകും ഇങ്ങനെ ബെസ്റ്റ് 3rd പ്ലേസ് ടീമൊക്കെ മുന്നോട്ട് കയറുന്ന ഒരു ടൂർണമെൻറ്റിൽ മുന്നോട്ട് കയറാൻ. അപ്പോൾ അവിടെ വേണ്ടത് ഗോൾ ഡിഫറൻസ് വളരെ ഡിസിസീവ് ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ അവർ രണ്ടാമതാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അവർ ഗ്രൂപ്പ് എച്ചിലെ വിന്നർക്കെതിരെ ആയിരിക്കും കളിക്കുക. അതല്ല 3ാമതാണ് അവർ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ അവരുടെ എതിരാളികളായിട്ട് ഗ്രൂപ്പ് ബിയിലെയോ ഡിയിലെയോ ജിയിലെയോ എല്ലിലെയോ കെയിലെയോ വിന്നേഴ്സ് ആയിരിക്കും വരിക എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഇനി അർജന്റീന അടുത്ത 2 മത്സരങ്ങളും തോറ്റു എന്ന് വെക്കുക. അങ്ങനെ വന്നാൽ ഓൾമോസ്റ്റ് ഔട്ടാവും. ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ കോമ്പിനേഷൻ ഓഫ് അതർ റിസൾട്ട്സ്. അതായത് അടുത്ത 2 കളികളും തോറ്റാൽ അർജന്റീനയ്ക്ക് 3 പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അപ്പോഴും ഈ 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ മികച്ച 8 3ാം സ്ഥാനക്കാരിൽ ഉൾപ്പെടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. സാധ്യത കുറവാണ്. അപ്പോഴാണ് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത അവിടെ വളർന്നു വരിക. അപ്പോൾ ഇതാണ് കൃത്യമായിട്ടുള്ള കണക്ക്. നിലവിൽ അർജന്റീന 3 കളികളുള്ള ഈ ഒരു ഗ്രൂപ്പിൽ ഒറ്റ കളിയിൽ നിന്നും 3 പോയിൻ്റായിട്ട് നിൽക്കുകയാണല്ലോ. ഓസ്ട്രിയക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓസ്ട്രിയക്കെതിരെയുള്ള ഈ കളി അർജന്റീന വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അർജന്റീനയ്ക്ക് അടുത്ത റൗണ്ട് ഉറപ്പാക്കാം. സമനില കിട്ടിയാൽ പോലും ഉറപ്പാവും എന്നുള്ളതാണ് ഈ സെനാരിയോസ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ പുറത്താവുക എന്നുള്ള സാധ്യതയാണ് വളരെ കുറവായിട്ടുള്ളത്. പുറത്താകാൻ ബുദ്ധിമുട്ടാണ് അർജന്റീന എന്നർത്ഥം. ഇനി നോക്കുക, ഈ ടൈ വന്നു എന്ന് വെച്ചോ, ഈ മികച്ച 3ാം സ്ഥാനക്കാർ എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ തന്നെ 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നൊക്കെ നോക്കാൻ വേണ്ടി ടൈ വന്നാൽ എന്തൊക്കെയാണ് നോക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഹയസ്റ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ മാച്ചസ് ബിറ്റ്വീൻ ടൈഡ് ടീംസ്. ഹെഡ് ടു ഹെഡിൽ ഏത് ടീമിനാണ് കൂടുതൽ പോയിന്റ് ഇട്ട് ആരാ ജയിച്ചത് നോക്കുന്ന അർത്ഥം. 2, ബെസ്റ്റ് ഗോൾ ഡിഫറൻസ് ഇൻ ദോസ് മാച്ചസ് ബിറ്റ്വീൻ ദി ടൈഡ് ടീംസ്. അപ്പോൾ ടൈഡ് ടീംസിൻ്റെ മത്സരങ്ങളിലെ ഗോൾ ഡിഫറൻസ്. ദെൻ ഹയസ്റ്റ് നമ്പർ ഓഫ് ഗോൾ സ്കോർഡ് ഇൻ ദോസ് മാച്ചസ് ബിറ്റ്വീൻ ദി ടൈഡ് ടീംസ്. അപ്പോൾ അതൊക്കെ ആ ഒരു റിസൾട്ടിന് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ദെൻ എന്നിട്ടും സമനിലയാണ്, ഈ കാര്യങ്ങളിലൊക്കെ ടൈഡാണ് എങ്കിൽ ഗോൾ ഡിഫറൻസ്, എല്ലാ ഗ്രൂപ്പ് മാച്ചുകളിലെയും ഗോൾ ഡിഫറൻസ് നോക്കും. എന്നിട്ടും സമനിലയാണെങ്കിൽ ഗോൾ സ്കോർഡ് ഇൻ ഓൾ ഗ്രൂപ്പ് മാച്ചസ് നോക്കും.
എന്നിട്ടും സമനില വന്നാൽ പിന്നെ ഫെയർ പ്ലേ നോക്കും. അതും സമനിലയാണെങ്കിലാണ് ഫിഫ റാങ്കിങ്ങിലേക്ക് പോകുക. ചുരുക്കത്തിൽ അർജൻറ്റീന പുറത്താവാനുള്ള സാധ്യത ഇപ്പോൾ ഓൾമോസ്റ്റ് ഇല്ലാതായിട്ടുണ്ട് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൽ എത്താം.